സൂപ്പറായിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ടോവിനോ ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായി. പിന്നെ വിനയ് രായുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായി. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ആക്ഷനുണ്ട്, അതുകൊണ്ട് എല്ലാം ഉണ്ട്. സ്റ്റൈലിഷ്, നല്ലൊരു പടമായിരുന്നു. ഈ അടുത്തിടെ ഞാൻ കണ്ട പടങ്ങളൊന്നും ഇത്രയും നല്ലൊരു ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. സൂപ്പർ മൂവി. താങ്ക് യു. സൂപ്പറായിരുന്നു, സൂപ്പർ. അതിൻ്റെ ഡയറക്ഷൻ ടീം അടിപൊളിയായിരുന്നു. നല്ല ഡയറക്ഷൻ, നല്ല പടം. അതെ. ഓക്കെ, താങ്ക് യു. നല്ല പടം, സൂപ്പർ പടം. സൂപ്പർ, നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടം. ടോവിനോട്ട് കണ്ടേക്കണേൽ സൂപ്പർ വെച്ചു, നല്ല പടം. ട്വിസ്റ്റുകൾ മാത്രം. പഴയത് ഞാൻ അങ്ങനെയില്ല, ഇഷ്ടം. പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് മൂവിയാണ്. ഒരു സാധാരണ ഒരു എന്താ പറയുക, നമ്മളൊരു അന്വേഷണ കഥകളൊക്കെ കാണുന്നതിലൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൽ കണ്ടിട്ട്. കൊള്ളാം, നല്ല ഒരു ലാഗൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാം. ഒരു ടോവിനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൽ വില്ലനും നല്ല സൂപ്പറാണ്. കൊള്ളാം, നല്ല പടം. ആക്ഷൻ കൊള്ളാം, നല്ല പെർഫെക്റ്റ് ആക്ഷനാണ്. കൊള്ളാം. ടോവിനോ ആയാലും ഇതായാലും നന്നായിട്ട്, വില്ലനായാലും നല്ല അടിപൊളി. എൻഗേജിങ് ആണ്. ലാഗൊന്നുമില്ല പടത്തിൽ, വലിയ ലാഗൊന്നുമില്ല. ഒരു എൻഗേജിങ് മൂവിയാണ്. ഒരു വൺ ടൈം വാച്ചാവുള്ളൂ, അത് കുഴപ്പമില്ല. ടോവിനോയുടെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്, കുഴപ്പമില്ല. പടം പൊളിച്ചടിക്കില്ലേ. ഈ വർഷം തുടക്കമാണ്. ആ തുടക്കം തന്നെ ഗംഭീരമാക്കുന്നുണ്ട്. ടോവിനോ തോമസ് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നില്ല, സ്പോയിലർ ആവുന്നില്ല. അത് നമ്മൾ കാണുന്ന ആ ഒരു ക്യാരക്ടർ അല്ല പോസ്റ്ററിൽ കാണുന്നത്. പിന്നെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. ക്ലൈമാക്സ് ഫൈറ്റും പൊളിയാണ്. ഇച്ചിരി ക്ലൈമാക്സ് ഫൈറ്റ് ഇച്ചിരി മാസമായിട്ട് കൊടുത്തിട്ടുണ്ട്. സസ്പെൻസ് ത്രില്ലിംഗ് ആണ്, രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. അത് നല്ല ഇൻവെസ്റ്റിന് ത്രില്ലിംഗ് ആണ്. പിന്നെ നമ്മുടെ ഒരു വില്ലനുണ്ടല്ലോ തമിഴ് പടത്തിലേക്ക് കാണിച്ചേ, ക്രിസ്റ്റഫറിനകത്ത് കാണിച്ചേ, പുള്ളി പൊളിയാട്ടോ. പുള്ളി അടിപൊളിയാണ്. പുള്ളി അന്നും ഇന്നും പൊളിയായിട്ട് തന്നെ. ടോവിനോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം അടിപൊളിയായിട്ടുണ്ട്. നല്ല കിടിലൻ പടമാണ്. നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് ടോവിനോ. ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ആണ്. ടോവിനോയുടെ ക്യാരക്ടർ നമ്മൾ പറയുന്നില്ല, സ്പോയിലർ. പടം സ്റ്റാർട്ട് ചെയ്തില്ലേ ഉള്ളൂ. പിന്നെ നമ്മളെ ക്യാരക്ടർ പിടിച്ച് വന്നിരിക്കുന്നത്. ആ ടോവിനോയുടെ ലുക്കിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ക്യാരക്ടർ പിടിച്ച് വന്നേ പടം പൊളിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ സിവിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇതാണ് കണ്ണടി വെച്ചായിരുന്നേ. പടം താർത്ത് വാരി. ഈ വർഷം തുടക്കം താർത്ത് വാരിയിട്ടുണ്ട്. മോശമാക്കിയിട്ടില്ല. കിടിലം. നമുക്കൊരിക്കലും സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നില്ല. നമ്മളതിനകത്ത് തന്നെ ത്രില്ലായിട്ടിരിക്കും. ഫുള്ളായിട്ട് നമുക്ക് ഒരിക്കലും ശ്രദ്ധ പോകില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഹോളിവുഡ് ക്വാളിറ്റി മേക്കിംഗ് ആണ്. ആക്ടിങ് കിടിലമാണ്, മേക്കിംഗ് ആണ് അതിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് പടം ഒരു ആവറേജ് ഫീലായിരുന്നു. ഞാൻ വിചാരിച്ചെന്താണോ ട്രെയിലറെ കണ്ടിട്ട് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. പടം ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, നല്ല ഡീസൻറ്റ്, നല്ല ട്വിസ്റ്റൊക്കെയുള്ള. നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അങ്ങനെ വിചാരിച്ച് നിർത്തുന്ന ഒരു ഇൻ്റർവൽ ബ്ലോക്കും ഉണ്ടായി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ ഡീവേറ്റ് ചെയ്ത് വേറെ അങ്ങോട്ടേക്ക് പോയി. കുറേ പുതിയ കഥാപാത്രങ്ങൾ വന്നു. പിന്നെ കഥയുടെ ടോൺ, ആ മൂഡ് തന്നെ മാറിപ്പോയി. പടം ഒരു ത്രില്ലറിൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നിന്നിട്ട് കുറച്ചൊരു ആക്ഷൻ മാസ് കൊമേഴ്ഷ്യൽ ഒരു ഇതുള്ള ആ ഒരു മാസ് ത്രില്ലറിലേക്ക് പടം പോയി. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഈ മലയാള സിനിമ ഇതുവരെ കാണാത്ത 40 മിനിറ്റാണ് സിനിമയുടെ അവസാനം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അത് ആ 40 മിനിറ്റിനെ ശരിക്കും ബോറടിപ്പിച്ച്. ഒരു നല്ല ബിഗ് ക്യാൻവാസിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബിൽഡപ്പ് കുറച്ച് ഓവറായിട്ട് വലിച്ചു നീട്ടി. അത്യാവശ്യം ആക്ടിങ് എല്ലാം ഡീസൻ്റ് ആയിരുന്നു. എല്ലാവരും നല്ല, ടൊവിനോ ആയാലും വിനയറായ ആയാലും എല്ലാവരും നല്ല ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് സ്റ്റോറിയുടെ ഇത് മാത്രം പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. കഥ മാറിപ്പോയി. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ ബന്ധമില്ലാണ്ടായിരുന്നു ആ രീതിയിൽ.